ഗുഡ് മോർണിംഗ്. തിരഞ്ഞെടുപ്പ് എടുക്കുമ്പോൾ സർക്കാരുകൾ, ഏത് സർക്കാരാകട്ടെ, CPM ആകട്ടെ, കോൺഗ്രസ് ആകട്ടെ, അവരെല്ലാം സൗജന്യങ്ങളുടെ പെരുമഴ കൊണ്ട് ജനങ്ങളെ കയ്യിലെടുക്കാൻ ശ്രമിക്കും. പിന്നെ പെൻഷനായി, നമ്മുടെ റേഷൻ കടയിൽ വയ്ക്കുന്ന സാധനങ്ങൾ, സൗജന്യങ്ങൾ ഒക്കെ ജനങ്ങളെ വിഡ്ഢികളാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. ജനങ്ങൾ ചിന്തിക്കണം, ഇതൊക്കെ എന്തിനാണ്. പിന്നെ കുറച്ച് കഴിയുമ്പോൾ ഈ സൗജന്യങ്ങളും പെൻഷൻ നൽകിയതൊക്കെ, വൈദ്യുത ചാർജ് വർധന, അതുപോലെ തന്നെ പല രീതിയിലുള്ള വർധനകൾ, നികുതി വർധനകൾ ഒക്കെ രൂപത്തിൽ ജനങ്ങളുടെ ഇടയിൽ നിന്ന് ഈടാക്കും. ഇവിടെ ജനങ്ങളാണ് മണ്ടന്മാരാകുന്നത്. അവർക്ക് ഈ കാര്യങ്ങളെല്ലാം സൗജന്യമാണ്. അവർക്കിതിനായിട്ട് ഒന്നും മുടക്കേണ്ടതില്ല. ജനങ്ങൾ വീണ്ടും ഈ പെൻഷൻ കിട്ടി, അത് കിട്ടി എന്നൊക്കെ പറഞ്ഞ് ഇവർക്ക് വേണ്ടി വോട്ട് ചെയ്ത് നികുതി ബാധ്യത തലയിൽ എടുത്തു വയ്ക്കുന്നത് ജനങ്ങളാണ്. അത് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. ഈ രാഷ്ട്രീയക്കാരുടെ ഇതുപോലുള്ള പൊയ്മുഖങ്ങൾ നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. പിന്നെ എനിക്ക് പറയാനുള്ളത് റോഡുകളെ പറ്റിയാണ്. റോഡുകൾ, നമ്മൾ മുഖ്യമന്ത്രി പറയുന്നുണ്ട് റോഡുകൾ അമേരിക്ക നിലവാരത്തിലാണ് എന്നൊക്കെ. പക്ഷേ അങ്ങനെയല്ല എന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. റോഡിലെ കുഴികളൊക്കെ നമ്മൾ സ്ഥിരം നമുക്ക് കാണുന്ന കാര്യമാണ്. നമ്മൾ ഓരോ പൗരന്മാരും റോഡ് നികുതി എന്ന രീതിയിൽ നമ്മൾ കൊടുക്കുന്നുണ്ട്. അതിനുള്ള സൗകര്യങ്ങൾ നമുക്ക് ലഭിക്കുന്നുണ്ട്. പല രീതിയിലുള്ള പിഴ ചുമത്തലും റോഡ് മാർഗ്ഗമൊക്കെ സർക്കാരിന് വരുമാന മാർഗമാണ്. ട്രാഫിക് നിയമം പാലിക്കണം എന്ന് പറയുമ്പോഴും പലപ്പോഴും റോഡുകളിൽ അപകടം ഉണ്ടാകുന്നത് കൂടുതൽ നമ്മുടെ റോഡിലെ ശോചനീയാവസ്ഥ കൊണ്ടാണ്. ഇതൊക്കെ നമ്മൾ ചൂണ്ടിക്കാട്ടുമ്പോൾ നമ്മളെ കുറ്റക്കാരാക്കുന്ന ഒരു പ്രതീതിയാണ് ഇവിടെയുള്ളത്. ഇതൊക്കെ തിരിച്ചറിയേണ്ടത് ജനങ്ങളാണ്. അടുത്തത് വിലക്കയറ്റം നിയന്ത്രിക്കാനുള്ള കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ പരാജയമാണ്. പലപ്പോഴും പെട്രോൾ ഡീസൽ വില കൂടുമ്പോൾ അതിനനുബന്ധമായി സാധനങ്ങളുടെ വില കൂടും. നമ്മളൊക്കെ പച്ചക്കറിയും ഒക്കെ അന്യ ദേശത്തിനെ ആശ്രയിക്കുന്നതിനാൽ നമ്മുടെ കേരളത്തിൽ പച്ചക്കറികളുടെയും മറ്റ് സാധനങ്ങളുടെ വില വളരെ കൂടുതലാണ്. ഇതൊക്കെ ഒരു സാധാരണ മനുഷ്യന് ഉണ്ടാക്കുന്ന ആഘാതം ചെറുതല്ല. അവന് ഓരോ വർഷം കഴിയുമ്പോൾ അവന് വരുമാനം കൂടുന്നില്ല. പക്ഷേ അവന് വിലക്കയറ്റം കൊണ്ട് അവൻ പൊറുതിമുട്ടുന്നു. ഇത് ഒരു സാധാരണ ജനത്തിൻ്റെ കാര്യം, ഒരു മിഡിൽ ക്ലാസ് ആളുകളുടെ അവർക്കൊരു ആനുകൂല്യം പല രീതിയിൽ ലഭിക്കുന്നില്ല. ഒരു ആനുകൂല്യത്തിൻ്റെ അല്ല, കിട്ടുന്ന കാശ് ഒരു മാസം ആകുമ്പോൾ തന്നെ തീർന്നുകൊണ്ടിരിക്കുന്ന ഒരു സാധാരണ ജനവിഭാഗമുണ്ട് ഇവിടെ. അവരാണ് ഇത് കൂടുതൽ അനുഭവിക്കുന്നത്. അവരാണ് ഈ നാട്ടിൽ കൂടുതലുള്ളതും. തൊഴിൽ മേഖലയിലെ അസമത്വം അതിവിടെ നിഴലിച്ച് നിൽക്കുന്നതാണ്. അസംഘടിത തൊഴിലാളികൾ ആയ ആളുകൾ, ഞാനടക്കം, നമ്മുടെ വരുമാനത്തിൻ്റെ ഭൂരിഭാഗവും നികുതിക്ക് വേണ്ടി ചെലവഴിക്കുന്ന കൂട്ടരാണ്. നമുക്കൊരു ആനുകൂല്യങ്ങളോ അവകാശങ്ങളോ ഒന്നുമില്ല. നമ്മൾ റേഷൻ കാർഡിൽ തന്നെ വെള്ളക്കാർഡ് വിഭാഗത്തിൽപ്പെടുന്നവരാണ്. അപ്പോൾ അതിൻ്റേതായ ഒരു ആനുകൂല്യങ്ങളോ അവകാശങ്ങളും ഒന്നും നമുക്ക് ലഭിക്കുന്നില്ല. പക്ഷേ ദിവസ വരുമാനക്കാരായ കുറേ ആളുകളുണ്ട്. അവർക്ക് കണക്കുകളിൽ ബോധിപ്പിക്കേണ്ട കാര്യമില്ല. അവർക്ക് കിട്ടുന്നത് കയ്യിലാണ്. 1000-1200 ദിവസവേതന അവർക്ക് കൈ കിട്ടുമ്പോൾ കണക്കുകൾ ബോധിക്കേണ്ട ആവശ്യമില്ല. അവർക്ക് ചുവന്ന കാർഡും മഞ്ഞ കാർഡും ഉപയോഗിക്കാം. ഞാൻ അവരെ കുറ്റപ്പെടുത്തുകയല്ല. അങ്ങനൊരു അസമത്വത്തിൻ്റെ കാര്യം ചൂണ്ടിക്കാട്ടുകയെന്ന് പറഞ്ഞാൽ അവർ പോലും അവർക്ക് ആനുകൂല്യം ലഭിക്കുമ്പോൾ ആനുകൂല്യമില്ലാത്ത കുറച്ച് ആളുകൾ ഇവിടെയുണ്ട്. എന്നെപ്പോലെ അസംഘടിത തൊഴിലാളികൾ. അവർക്ക് സംഘടിത തൊഴിലാളികൾക്കുള്ള ആനുകൂല്യങ്ങൾ അവകാശങ്ങളൊന്നും ഈ അസംഘടിത തൊഴിലാളികൾക്കില്ല. അപ്പോൾ ഇതൊക്കെ ഒരു തൊഴിൽ ഇതിൽ ഒരു അസമത്വം ഉണ്ടാക്കുന്നുണ്ട്. ഇതൊക്കെ ചൂണ്ടിക്കാട്ടിയാലും ഇതിനൊക്കെ ഒരു പരിഹാരം എവിടെയും ഉണ്ടാകുന്നില്ല. എല്ലാ രാഷ്ട്രീയക്കാരും സംഘടിത തൊഴിലാളികൾക്ക് വേണ്ടി വാദിക്കുന്നവരാണ്. അസംഘടിത തൊഴിലാളികളുടെ കാര്യം ആരും ചിന്തിക്കുന്നില്ല. ഒരുപക്ഷെ നമ്മൾ അസംഘടിത തൊഴിലാളി ഒരു വീട് എവിടെയെങ്കിലും പോകുന്നുണ്ടെങ്കിൽ ഈ സംഘടിത തൊഴിലാളികളുടെ ചോദിക്കുന്ന രീതിയിൽ ചുമട്ടുകൂലി നമുക്ക് കൊടുക്കേണ്ട ആവശ്യം വരുന്നു. കാരണം നമുക്ക് ഉണ്ടായിട്ട് കൊടുക്കുന്നതല്ല, ഒരുപക്ഷെ കടം വാങ്ങിച്ച് കൊടുക്കുന്നതായിരിക്കും. പക്ഷേ അതിലൊരു അസമത്വം ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. നമുക്കിതുപോലെ ഒരു കൂലി ആവശ്യപ്പെടാൻ നമുക്ക് സാധിക്കുന്നില്ല. ഇതൊക്കെ ചിന്തിക്കേണ്ട കുറേ കാര്യങ്ങളാണ്. ഇതൊക്കെ ആര് വന്നാലും ഇത്
ശരിയാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ ഞാനിവിടെ നിന്ന് ചൂണ്ടിക്കാട്ടി എന്ന് മാത്രം. നമ്മൾ വോട്ട് ചെയ്യുമ്പോൾ ഈ കാര്യങ്ങളൊക്കെ നമ്മുടെ മനസ്സിൽ ഉണ്ടാകണം. അടുത്തത് പറയാനുള്ളത് ആനുകൂല്യങ്ങളിലുള്ള തരംതിരിവാണ്. ഒരു രാഷ്ട്രീയക്കാരന് കിട്ടുന്ന പരിഗണന ഒരു സാധാരണ ജനത്തിന് ലഭിക്കുന്നില്ല. നമ്മൾ ഇതിനു മുമ്പ് ചർച്ച ചെയ്താണ് ഒരു രാഷ്ട്രീയ നേതാവിൻ്റെ കുടുംബത്തിന് അദ്ദേഹം മരിച്ചപ്പോൾ മുഖ്യമന്ത്രി ദുരിതാശ്വാസ നിധിയിൽ നിന്ന് തുക കൊടുത്ത്. ഒരു സാധാരണക്കാരന് ഇതുപോലൊരു തുക ലഭിക്കണമെങ്കിൽ എത്രയേറെ കയറിയിറങ്ങണം. അത് കിട്ടുമോ എന്ന കാര്യം ഉറപ്പില്ല. പക്ഷേ അവൻ കയറി ഇറങ്ങിയതിന് കണക്കുണ്ടാവില്ല. ഇതാണ് വിവേചനം. ഒരു രാഷ്ട്രീയ കൊലപാതക കേസ് സാധാരണ ജനങ്ങളുടെ നികുതി കാശ് ബാധിക്കാൻ പോകുന്ന സർക്കാർ ജനങ്ങളോട് എന്താണ് പറയാനുള്ളത്? നമ്മൾ ചോദിക്കേണ്ട കാര്യങ്ങൾ ചോദിക്കുമ്പോൾ അവർ ചോദിക്കുന്നില്ല. കാരണം അവർ നമ്മളെ ഉണ്ടാക്കിയ ഒരു ക്രിയേറ്റീവുണ്ട്, ഒരു ഭയപ്പാടുണ്ട്. നമുക്കത് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ചോദിക്കില്ല എന്ന ഒരു ഉറപ്പിന്മേലാണ് ഇവരിതെല്ലാം കാട്ടിക്കൂട്ടുന്നത്. നമ്മൾ ചോദിക്കണം. നമുക്ക് ചോദിക്കാൻ ഭയമില്ലെങ്കിൽ തിരഞ്ഞെടുപ്പ് വരികയാണ്, അതിൽ നമ്മുടെ പ്രതിഷേധം നമ്മൾ രേഖപ്പെടുത്തുകയാണ് വേണ്ടത്. അടുത്തത് നിയമത്തിൻ്റെ വേർതിരിവാണ്. ഒരു രാഷ്ട്രീയക്കാരനോ അല്ല അത് ഉന്നത വ്യക്തിയോ ആണെന്നുണ്ടെങ്കിൽ സ്ത്രീപീഡനം അതുപോലുള്ള പല കാര്യങ്ങൾ, സാമ്പത്തിക ഇടപാടുകൾ, സാമ്പത്തിക പല ക്രൈംസ് ചെയ്തവരെ സർക്കാർ തന്നെ കൂടെ നിൽക്കുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടാകുന്നത്. ഒരുപക്ഷെ ഒരു സാധാരണക്കാരൻ അവൻ ചെയ്യാത്ത കാര്യത്തിൽ അവൻ തെറ്റുകാരനായിട്ടുള്ള ആരും അവനെ സംരക്ഷിക്കാനില്ല. എല്ലാവരും അവന് മുന്നിൽ മുഖം തിരിഞ്ഞു നിൽക്കും. ചിലപ്പോൾ ഒരു കുറ്റക്കാരനാകും. തിരുവനന്തപുരത്ത് നടന്ന KSRTC ബസ് ഡ്രൈവർ യദുവിന് സംഭവിച്ചതും ഇതേ ഒരു അവസ്ഥയാണ്. അദ്ദേഹത്തിന് വേണ്ടി വാദിക്കാൻ വേറെ ആരുമില്ല. അദ്ദേഹത്തിന് ജോലി നഷ്ടമായി. അപ്പുറത്ത് നിൽക്കുന്നവരൊക്കെ കരുത്തരും. ഇതുപോലെ എത്ര കേസുകൾ നമ്മുടെ നാട്ടിൽ. ജനങ്ങൾ ഇതൊക്കെ കണ്ട് വിലയിരുത്തി അവരുടെ വോട്ട് സത്യത്തിന് വേണ്ടി രേഖപ്പെടുത്തുക. നമ്മൾ കാണുന്ന തിരിച്ചറിവിലൂടെയാണ് നമ്മുടെ വോട്ട്. അല്ലാതെ രാഷ്ട്രീയക്കാർ പറയുന്ന കാര്യത്തിലാകരുത് നമ്മുടെ വോട്ട് വിനിയോഗിക്കേണ്ടത്. ജനങ്ങളെ സേവിക്കേണ്ട രാഷ്ട്രീയം ഇന്ന് ജനങ്ങളെ പിഴിയേണ്ട രീതിയിൽ മാറിയിരിക്കുന്നു. ജനം തിരിച്ചറിയേണ്ടത് ഇതെല്ലാം സൗജന്യങ്ങളും ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ വോട്ടിന് വേണ്ടിയാണ്. വോട്ട് ലഭിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരു വിലയും ഉണ്ടാവില്ല. അതുകൊണ്ട് തിരഞ്ഞെടുപ്പ് എടുക്കുമ്പോൾ വോട്ടെടുക്കുമ്പോൾ അതിൻ്റെ ഓരോ കാര്യങ്ങളും മനസ്സിലാക്കി നമ്മൾ വോട്ട് ചെയ്യണം. നമ്മുടെ ഒരു വോട്ട് നമ്മുടെ ജീവിതം തന്നെ മാറ്റിമറിച്ചേക്കാം. ഞാൻ ഏത് പാർട്ടിക്ക് വോട്ട് ചെയ്യുന്ന പറയുന്നില്ല. നിങ്ങൾ ഭരിക്കുന്ന പാർട്ടി ആയാലും പ്രതിപക്ഷത്തെ പാർട്ടി ആയാലും അവരെങ്ങനെ ചെയ്യുന്നു, ഭരണപക്ഷത്തെ പാർട്ടി എങ്ങനെ ചെയ്യുന്നു വിലയിരുത്തിയാകണം വോട്ട്. നമ്മുടെ ഭരണപക്ഷ പാർട്ടി ചെയ്യുന്നത് എങ്ങനെയാണോ അത് നോക്കിക്കാണ്ടെന്ന് അവർ പറയുന്നതിലല്ല, നമ്മുടെ വീക്ഷണത്തിലൂടെയാണ്. അതിലൂടെയാകണം നമ്മൾ വോട്ട് ചെയ്യേണ്ടത്. ഇത്രയും പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ഗുഡ് ബൈ.